ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസാപ്പൂക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെടിയാണ് അല്ലേ ഈ റോസ് എന്ന് പറഞ്ഞാൽ. ഒരു വീക്ക്നെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എപ്പം നമ്മൾ നഴ്സറിയിൽ പോയാലും ഒരേ കളറൊക്കെ തന്നെയായിരിക്കും തിരിച്ചും മറിച്ചും നമ്മൾ വാങ്ങും. അതിൽ റെയർ ആയിട്ടുള്ള കളേഴ്സ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് എന്തോ സംഭവം കിട്ടിയ പോലെയാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. പക്ഷേ പലപ്പോഴും പലവർക്കുള്ള പ്രശ്നമാണ്, ഏകദേശം ഒരു 6 മാസമൊക്കെ ചിലപ്പം നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത റോസൊക്കെ നിൽക്കുള്ളൂ, പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് അതൊരു പേടിയാണ് മേടിച്ചത് നിൽക്കുമോ നിലനിൽക്കുമോ. മെയിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം കേട്ടോ. കറക്റ്റായിട്ടുള്ള റോസ് ചെടികൾ സെലക്ട് ചെയ്യാൻ നോക്കുക. അതിൻ്റെ പൂക്കളെ ഭംഗി ചിലപ്പം അന്നേരം നല്ല അവർ കെമിക്കലൊക്കെ ഇട്ടിട്ടുണ്ടാകും, നല്ല ഫ്ലവർ വരും. പക്ഷേ ചെടീൻ്റെ ഹെൽത്തും കൂടി നമ്മൾ നോക്കണം. ഫ്ലവർ കണ്ടിട്ട് മേടിക്കാം, കളർ കണ്ടിട്ട് മേടിക്കാം, പക്ഷേ ആ ചെടി ഹെൽത്തി ആണോ എന്ന് ആദ്യം തന്നെ നോക്കുക. അപ്പോൾ റൈറ്റായിട്ട് നമ്മളൊരു റോസ് ഒരു ചെടി മേടിക്കുകയാണെങ്കിൽ അതിനെ റൈറ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നമ്മളതിനെ റീപോർട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് അടുത്തത്. നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ചെടീനെയും നമ്മളതിനെ റീപോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പോട്ടിൽ നമ്മൾ നടാതെ അതിന് വേണ്ട പോട്ട് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ റോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ ഇതിൽ തന്നെ വലിയ റോസുകളും ചെറിയ റോസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ റോസുകൾക്കും അത്യാവശ്യം നല്ല ഫീഡേഴ്സാണ്. അവർ നന്നായിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന പ്ലാന്റുകളാണ് ഈ റോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് വലിയ ചെടി പോയിട്ട് ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ചെടി നന്നാവില്ല, സ്റ്റണ്ടായിട്ടുള്ള ഗ്രോത്ത് ആയിട്ട് ഇരിക്കും. അപ്പം എപ്പോഴും നല്ല ഡയമെൻഷനുള്ള, നല്ല ഇൻറ്റേർണലായിട്ട് അത്യാവശ്യം താഴ്ചയുള്ള ഡെപ്തുള്ള പോട്ട് സെലക്ട് ചെയ്യുക. മാത്രമല്ല അതിൽ നമ്മൾ കൊടുക്കേണ്ട പോട്ടിംഗ് മിക്സ്ചർ വളരെ നല്ല ഓർഗാനിക് മാറ്റേഴ്സ് ഉള്ള പോട്ടിംഗ് മിക്സ്ചർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നല്ല സൺലൈറ്റ് വേണം. അത്യാവശ്യം ഒരു 8 മണിക്കൂർ സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കൾ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ കറക്റ്റായിട്ട് വാട്ടർ ചെയ്യണം. അതിൻ്റെ നമ്മൾ പോട്ടിംഗ് മിക്സിനനുസരിച്ചിട്ട് പിന്നെ വെള്ളം നന്നായിട്ട് കൊടുക്കും വേണം, അതുപോലെ തന്നെ വളങ്ങളും. അപ്പം വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു പോട്ടിന് എത്ര വേണം എന്നുള്ള ഒരു കണക്ക് നോക്കിയിട്ട് വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് അതിനെ ഫെർട്ടിലൈസ് ചെയ്യുക, കറക്റ്റായിട്ട് അതിനെ പ്രൂൺ ചെയ്യുക. ഈ പ്രൂണിങ്ങിൽ ഈ ട്രിമ്മിങ്ങിലൊക്കെ ഓരോരോ ഫാക്ടേഴ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാരണങ്ങളാകാൻ നമ്മൾ റോസ് കേടായി പോകാൻ. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ പോട്ട് സെലക്ഷൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഒരു പോട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഹോൾ ഉണ്ടോ നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഓട്ടിൻ കർഷണങ്ങളൊക്കെ നമുക്ക് ആ ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അതും നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ പറഞ്ഞത് പോട്ടിംഗ് സോയിൽ എന്തൊക്കെയാണ്. ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരം വെജിറ്റബിൾസിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഈ നമ്മൾ കമ്പോസ്റ്റ് ആക്കുമല്ലോ, ചകിരിച്ചോറൊക്കെ കൂടെ ഇട്ടിട്ടുള്ള കമ്പോസ്റ്റ്, അത് തന്നെയാണ് ഈ ഓർഗാനിക് മാറ്റർ. റിച്ച് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററുള്ള ഒരു മണ്ണായിരിക്കണം നമ്മളതിന് കൊടുക്കേണ്ടത്. അതായത് ഗുഡ് ക്വാളിറ്റി ഗാർഡൻ സോയിൽ, അതായത് ഏറ്റവും മേൽമണ്ണ് കൂടുതൽ സെലക്ട് ചെയ്യാൻ നോക്കുക. മേൽമണ്ണ് നല്ല അടിപൊളിയായിട്ടുള്ള മേൽമണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കൂടുതലായിട്ട് ഓർഗാനിക് മാറ്ററുള്ള കമ്പോസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുക. മാത്രമല്ല മണൽ, അതായത് അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് മണൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നാളുകൾ കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് എന്താ പറയുക, വെള്ളം അതിലേക്ക് ഇറങ്ങാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് കാലക്രമേണ ഏകദേശം ഒരു വർഷമൊക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ റീപോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഈർപ്പം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു മോയ്സ്ചർ അതിൻ്റെ അകത്ത് ആ പോട്ടിംഗ് മിക്സിന് ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, കൊക്കോപീറ്റ്, അതായത് ചകിരിച്ചോറ് നമ്മൾ പോട്ടിംഗ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കുറച്ചും കൂടിയും സോഫ്റ്റായിട്ട്, ഭയങ്കര ലൂസായിട്ടുള്ള സോയിലല്ല, കുറച്ച് അത്യാവശ്യം ഒരു നമുക്ക് അതിലേക്ക് ചെടിക്ക് വേര് ഇറങ്ങി വരാനും പെട്ടെന്ന് തന്നെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും അതിന് സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു മോയ്സ്ചർ നിലനിൽക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ചകിരിച്ചോറ് കുറച്ച് അതിലേക്കത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, സാധാരണ എല്ലുപൊടി, പിന്നെ ഫംഗിസൈഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോട്ടിംഗ് മിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം, നനയ്ക്കുന്നത് എല്ലാവർക്കും അറിയാം, നനയ്ക്കും. എല്ലാവരും ചെടി ഒരുപോലെ നനയ്ക്കും അല്ലേ. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ച് അങ്ങോട്ട് നനയ്ക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം. പക്ഷേ റോസിനൊക്കെ എന്തുകൊണ്ടാണ് കേട് വരുന്നത്, ചിലപ്പോൾ നന്നായിട്ടിരിക്കുന്നത് കാണാം, ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ ഫുള്ള് കേടായിരിക്കുന്നതും കാണാം. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഈ ഹോസ് വെച്ചിട്ട് മൊത്തം കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് മിസ്റ്റിങ്ങും ഷവറിങ്ങും ഒക്കെ കൊടുക്കാം, പക്ഷേ എപ്പോഴും നമ്മൾ മണ്ണിൽ കഴിയുന്നതും നനയ്ക്കാൻ നോക്കുക. മണ്ണിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഈ ഒരു ഫംഗസ് വരാതെ, അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒന്നും അതിൽ വരാതെ, മഞ്ഞ കളറാവാതെ, ഇലകളൊക്കെ കേടായി പോവാതെ നമുക്കതിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കഴിയുന്നതും മണ്ണിൽ വെള്ളം നനയ്ക്കാൻ നോക്കുക.
പിന്നെ കാലാവസ്ഥയ്ക്കും ഒരു വലിയൊരു ഫാക്ടറുണ്ട്. അതായത് ഈ മഴ സമയത്ത് അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ തണുപ്പുള്ള മാസത്തിലൊക്കെ നമ്മൾ മൊത്തം ഇതിനെ കുളിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ഒരിക്കലും ഡ്രൈ ആയി പോവില്ല. സൺലൈറ്റ് അത്യാവശ്യത്തിന് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതങ്ങനെ ആ വെള്ളം അതിൻ്റെ മേലെ നിന്നിട്ടാണ് പലപ്പോഴും ചെടികൾ കേടാവുന്നത്. നേരെ മറിച്ച് നല്ല സമ്മർ സീസണിലൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് 2 നേരം നനയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ 2 നേരം നനയ്ക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല, സൺലൈറ്റ് കിട്ടുന്നതിനെ കൊണ്ട് അത് ഡ്രൈ ആവും. അപ്പോൾ ആ ഒരു സീസണിൽ ചെടിക്ക് വലിയ കേടുപാടുകൾ വരില്ല. അപ്പോൾ അത് നിങ്ങൾ നനയ്ക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ചെടികളുടെ കാര്യം എല്ലാത്തിലും ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എപ്പോഴും ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മളെ ചെടികൾ കേടാക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സൺലൈറ്റ് എപ്പോഴും അത്യാവശ്യമാണ് എല്ലാത്തിലും നമ്മൾ പറയുന്നുണ്ട്. റെഗുലറായിട്ട് നമ്മൾ സൺലൈറ്റ് കിട്ടണം. പക്ഷേ നമ്മൾ 2 ചെടികൾ എടുക്കുക. ഒന്ന് നമ്മൾ ഷെയ്ഡിലും വയ്ക്കുക, ഒന്ന് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തും വയ്ക്കുക. രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഷെയ്ഡിൽ വെച്ച ചെടിക്ക് മിക്കവാറും മഞ്ഞ കളർ വന്നു പോയിട്ടുണ്ടാകും, ഇലകളൊക്കെ മഞ്ഞിച്ച് പോയിട്ടുണ്ടാകും. പക്ഷേ നേരെ മറിച്ച് നമ്മൾ സൺലൈറ്റിൽ വെക്കുന്ന ചെടിക്ക് കറക്റ്റ് വളവും കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് ആ ഇലകൾക്ക് തന്നെ വരിക. ചിലത് നല്ല ഡാർക്ക് ഗ്രീൻ ഇലകളായിരിക്കും, ഈ ഷെയ്ഡിൽ വെച്ചത് കംപ്ലീറ്റ് ഒന്നെങ്കിൽ മഞ്ഞിച്ച് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് അത് മാറും. അപ്പോൾ അത് സൺലൈറ്റിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. പിന്നെ പറയുന്നത് ഈ പെസ്റ്റിൻ്റെ അറ്റാക്കാണ്. ഒരുപാട് ബഗ്സ്, മൈറ്റ്സ്, ത്രിപ്സ്, അങ്ങനത്തെ പലതരം പെസ്റ്റുകൾ ഈ ഇലകളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ത്രിപ്സ് പോലത്തെ ഈ കീടങ്ങൾ എന്താ വെച്ചാൽ നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുക. തണ്ടിൻ്റെ മേലെയൊക്കെ വന്ന് നിൽക്കും. നമുക്ക് നന്നായിട്ട് സൂം ചെയ്ത് നോക്കി കുറേ പെരുകി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക ചെടി എന്തുകൊണ്ടാണ് കേടാവുന്നത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് നിരീക്ഷിച്ച് തന്നെ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്പൈഡർ മൈറ്റ്സ്, അവരിങ്ങനെ വല ഇട്ടിട്ട് ഈ ചെടീൻ്റെ ഇലകളൊക്കെ ചുരുട്ടി ഒരു ഭംഗിയില്ലാതെ ആയിരിക്കും ചെടി ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ എന്തായാലും വരും ചെടിക്ക്. അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും വരും. അപ്പോൾ നമ്മളതിനെ വരാതിരിക്കാൻ വേണ്ടി 2 ആഴ്ച കൂടുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് ഇതിലേക്ക് സ്പ്രേ ചെയ്യുക. സാഫ് മതി. സാഫാണ് ഏറ്റവും കോമൺ ആയിട്ട് വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന, എല്ലാവരുടെ കയ്യിലുണ്ടാകും. അപ്പം അതെന്ത് ചെയ്യുക, നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 സ്പൂണ് വരെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് 2 ആഴ്ച കൂടുമ്പം നമ്മൾ ചെടി നല്ലോണം നനച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം മോസ്റ്റായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ ഇടയില്ല കേട്ടോ. പിന്നെ നമ്മൾ കാണാറുണ്ട് ഡെഡായിട്ട്, അതായത് തണ്ടുകൾ ഡെഡായി പോകുന്നത്. അതായത് ഒരു ബ്ലാക്ക് സ്പോട്ട് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ കാണുക. പിന്നെ അതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് കംപ്ലീറ്റ് ഗ്രാജുവലായിട്ട് ആ ഒരു തണ്ട് കംപ്ലീറ്റ് ഉണങ്ങി പോകുന്നൊരവസ്ഥ. അതെന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ മേലെ മുതൽ താഴെ വരെ നമുക്കത് ഒരു ദിവസം ചെറുതായിട്ടായിരിക്കും കാണുക, പിന്നെ അടുത്ത ദിവസം അത് വലിയ രീതിയിൽ താഴത്തേക്ക് വരെ ഉണങ്ങിപ്പോയിട്ടുണ്ടാകും. അത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യുന്നത് കറക്റ്റ് അല്ലാത്തതിനെ കൊണ്ടാണ്. ചെരിച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഒരു 45 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ തണ്ടുകൾ കട്ട് ചെയ്യണം. മാത്രമല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നൈഫോ സിസേഴ്സോ ബ്ലേഡോ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ വലിയ കുഴപ്പമില്ലാതെ തണ്ടുകൾ രക്ഷപ്പെട്ട് കിട്ടും കേട്ടോ. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള നീം ബേസ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ സാഫ് കൊടുക്കണം ഇല്ല, നീം ബേസ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി, റൂട്ട് സ്റ്റോക്ക് സക്കേഴ്സ് ഉണ്ടാകും. അതായത് അടിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ തൊട്ട് അടിയിൽ നിന്നും നമുക്ക് എക്സ്ട്രാസ് വരുന്ന കാണാം. നമ്മൾ ഗ്രാഫ്റ്റ് അടീനത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സംഭവം എന്താ ചെയ്യുക വെച്ചാൽ ഈ ഒരു ചെടിയുടെ കംപ്ലീറ്റ് ന്യൂട്രിയൻസിനെ കംപ്ലീറ്റ് സക്ക് ചെയ്തെടുക്കുകയും നമ്മളെ മുകളിലത്തെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി നന്നാവാതെ ശോഷിച്ചു പോവുകയും താഴത്തെ ആ ഒരു തണ്ട് കുറേ ഉണ്ടായി അതിൽ പൂക്കളോ മുട്ടുകളോ ഒന്നും വരാതെ ആവുകയും ചെയ്യും. അപ്പം നമ്മൾ അതിന് എക്സ്ട്രാസ് ഇടയ്ക്കിടയ്ക്ക് വരും ചെടീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ വേഗം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അത് വളരെ ഫാസ്റ്റിലാണ് ഗ്രോ ചെയ്യുക. അപ്പം നമ്മൾ നല്ല ചെടീനെ കേടാക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു, ഒരുവിധം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്കും കൂടി ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.